RSSകാരനാണെന്ന് പറയാൻ ഓം ബിർളയ്ക്ക് പേടിയാണോ? ലോക്സഭാ സ്പീക്കറിന് ഭയമാണോ? തനി RSSകാരനാണ് ഓം ബിർള. അതിൻ്റെ യാഥാർത്ഥ്യം, ആ രൂപം പാർലമെന്റിനകത്ത് എല്ലാം കൊണ്ടും കാണിച്ച ഒരാളാണ് ഓം ബിർള. ഭരണപക്ഷത്തോട് കൂറുപുലർത്തി പ്രതിപക്ഷങ്ങളെ വിമർശിച്ച ഒരാളും കൂടിയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ ജയിലിനകത്ത് കിടക്കേണ്ടി വന്ന ഒരാൾ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ലോക്സഭയുടെ സ്പീക്കർ ആവുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു നാണക്കേടാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ ലോക്സഭാ സൈറ്റിലെ പ്രൊഫൈലിൽ വളരെ വ്യക്തമായി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആ പ്രൊഫൈലിൽ RSSുമായുള്ള ഓം ബിർളയുടെ ബന്ധങ്ങൾ, ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ ജയിലിനകത്ത് കിടന്ന ഓം ബിർളയുടെ ഇതിഹാസ കഥകൾ. പക്ഷെ അതൊന്നും പുതിയ പ്രൊഫൈലിനകത്ത് ഇപ്പോഴില്ല. എന്തു പറ്റി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക്? RSSകാരനാണെന്ന് പറയാൻ പേടിയാണോ? രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറയുന്ന നിങ്ങൾക്ക് ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ അകത്തുപോയ ചരിത്രം പറയാൻ എന്താണ് ഇത്ര മടി? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ, ഇനി ആ നാടകം മാറ്റി മതേതരത്വ മുഖം കൊണ്ടുവരാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ പറ്റിക്കുകയാണ്. രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളെ പറ്റിച്ച് അധികാരത്തിലേറിയതിൻ്റെ പച്ചയായ മുഖത്തിന് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം എന്ത്? BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്നും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കാണാൻ വേണ്ടി സാധിച്ചത്. അയോധ്യയിൽ രാമക്ഷേത്ര ഭൂമി എന്ന് അവകാശപ്പെടുന്ന രാമക്ഷേത്ര ഭൂമിയിൽ രാമക്ഷേത്രം പണിയാനുള്ള ഒരുക്കം, ആ ഒരുക്കമാണ് BJP നടത്താൻ പോകുന്നതെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ പ്രസംഗങ്ങളിലും തുറന്നടിച്ച് പറയുന്നവർ തിരഞ്ഞെടുപ്പിന് ശേഷം അതിനെക്കുറിച്ച് മിണ്ടാൻ തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയെങ്കിലും അവരെ വിശ്വസിച്ച് അവർക്ക് വോട്ട് നൽകുന്നവർ ചിന്തിക്കേണ്ട സമയമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓം ബിർള ചെയ്ത കാര്യം. ഓം ബിർളയുടെ പ്രൊഫൈലിൽ തനി RSSകാരൻ്റെ ചരിത്രം വിളിച്ചു പറയുമ്പോൾ പിന്നീട് ആ ചരിത്രം തനിക്ക് തിരിച്ചടിയാകുമെന്ന് വിചാരിച്ച് ഓം ബിർളയുടെ പ്രൊഫൈൽ ലോക്സഭാ സൈറ്റിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളിലേക്ക് കടന്നുപോയി. RSSുമായും ബാബരി മസ്ജിദ് തകർത്തതുമായുള്ള വിവരങ്ങളൊക്കെ ആ പാരഗ്രാഫ് തന്നെ മാറ്റി അത് ഒഴിവാക്കിയിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ലോക്സഭാ സൈറ്റിൽ നിലവിൽ ഓം ബിർളയുടെ പ്രൊഫൈലിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പ്രതിപക്ഷം, കേരളത്തിലെ MP-മാർ ഈ വിഷയങ്ങളൊക്കെ മുന്നിലിട്ടുകൊണ്ട് തനിക്ക് നേരെ വരുമെന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ചെയ്തതെന്ന് പോലും നമ്മൾ സംശയിക്കപ്പെടേണ്ടിയുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും RSSകാരനാണെന്ന് പറയാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഭയപ്പെട്ടത് തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു ദയനീയ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.